നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. മലയാളത്തിലെ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, അതും കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം രാജസേനൻ അവരുടെ പ്രിയപ്പെട്ട സംവിധായകനാണ്. അയലത്തെ അദ്ദേഹം, കടിഞ്ഞൂൽ കല്യാണം, CID ഉണ്ണികൃഷ്ണൻ, മേലെപ്പറമ്പിൽ ആൺവീട്, അങ്ങനെ ഒരു പിടി ചിത്രങ്ങൾ മലയാളത്തിന് സാഭിമാനം സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ രാജസേനൻ എന്ന സംവിധായകൻ. ജയറാമിനെയും ഉർവശിയെയും ശോഭനയെയും നായികാനായകന്മാരാക്കി എത്രയെത്ര ചിത്രങ്ങൾ. സ്വാഭാവിക നർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറുന്നു ഇന്നും ഈ ചിത്രങ്ങൾ. ഏറ്റവും കൂടുതൽ തവണ പ്രേക്ഷകർ ടെലിവിഷനിൽ കണ്ടിട്ടുള്ളത് രാജസേനൻ്റെ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയാണ്. അതേസമയം ഏറ്റവും കൂടുതൽ കോമഡി ക്ലിപ്പുകൾ കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുള്ളതും മേലെപ്പറമ്പിൽ ആൺവീടിൻ്റേത് തന്നെ. ജയറാം എന്ന നടൻ്റെ അഭിനയ സാധ്യത പൂർണ്ണമായും ഫലവത്താക്കിയ സിനിമയാണ് മേലെപ്പറമ്പിൽ ആൺവീട്. മേലെപ്പറമ്പിൽ ആൺവീടിൻ്റെ തിരക്കഥയ്ക്കുണ്ട് ഒരുപാട് കഥകൾ പറയാൻ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും അറിയുന്നത് പോലെ അപരനാണ് ജയറാമിൻ്റെ ആദ്യത്തെ സിനിമ. P. പത്മരാജൻ എന്ന പ്രതിഭാധനനായ സംവിധായകൻ മലയാളത്തിൽ അവതരിപ്പിച്ച നടനാണല്ലോ ജയറാം. മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന പ്രശസ്തനായ നോവലിസ്റ്റിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ജയറാം. മലയാറ്റൂർ രാമകൃഷ്ണനാണ് P. പത്മരാജന് ജയറാമിനെ പരിചയപ്പെടുത്തുന്നത്. മലയാറ്റൂരിൻ്റെ കരമനയിലെ വൈദേഹി എന്ന വീട്ടിൽ നിന്നാണ് ജയറാം സിനിമാ അഭിനയത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത്. ഒരു ദിവസം രാത്രി മലയാറ്റൂർ ജയറാമിനെയും കൊണ്ട് പത്മരാജൻ്റെ പൂജപ്പുരയിലെ വീട്ടിലേക്ക് ചെല്ലുന്നു. പത്മരാജനോട് പറയുന്നു, ഇതെൻ്റെ ശേഷകാരനാണ്, ഇയാളുടെ സിനിമയിൽ ഇവനെ ഒന്ന് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന്. പത്മരാജൻ വൈകിയില്ല. അപരൻ എന്ന ചിത്രത്തിൽ ഒരു നായകനെ തേടുന്ന സമയമായിരുന്നു അത്. ജയറാം എന്ന കൊലുന്നനെയുള്ള വെളുത്ത ചെറുപ്പക്കാരനെ തൻ്റെ സിനിമയിൽ നായകനാക്കാൻ പത്മരാജൻ തീരുമാനിക്കുന്നു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ സന്തോഷമാണ് അപ്പോൾ ജയറാമിന് അനുഭവപ്പെട്ടത്. മലയാറ്റൂരിനാകട്ടെ അതിനേക്കാൾ സന്തോഷവും. ജയറാമിൻ്റെ പ്രതിഭ പൂർണ്ണമായും വിനിയോഗിക്കപ്പെട്ട സിനിമയാണല്ലോ അപരൻ. അപരൻ എന്ന ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ രാജസേനൻ എന്ന സംവിധായകൻ ഒരു പോസ്റ്റ് കാർഡിൽ 2 വരി എഴുതി ജയറാമിനിട്ടു. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, കത്താണ് മാർഗം, ഇല്ലെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണം. ആ കത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്: നിങ്ങളുടെ അപരൻ എന്ന സിനിമ കണ്ടു. പത്മരാജൻ എന്ന സംവിധായകനാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭാവി വളരെയധികം മികച്ചതായിരിക്കും. നിങ്ങളുടെ ഭാവി ഭാഗ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും. ഏതായാലും ആശംസകൾ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ സ്വന്തം രാജസേനൻ. കത്ത് കിട്ടേണ്ട താമസം ജയറാം ആ കത്തിനൊരു മറുപടി അയച്ചു. പാവം ക്രൂരൻ എന്ന സിനിമയുടെ സംവിധായകനാണല്ലോ എന്നെ ഇങ്ങനെ അഭിനന്ദിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? ഏതായാലും നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ജയറാം തൻ്റെ കത്ത് അവസാനിപ്പിച്ചു. പിന്നെ വൈകിയില്ല. ജയറാമും രാജസേനനും തിരുവനന്തപുരത്ത് വെച്ച് കൂട്ടിമുട്ടുകയാണ്. ആ സൗഹൃദം മലയാളത്തിൽ ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ചു. യഥാർത്ഥത്തിൽ ആ സൗഹൃദത്തിൻ്റെ സംഭാവനയാണ് മേലെപ്പറമ്പിൽ ആൺവീട് എന്ന മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ കണ്ട ഹിറ്റ് ചിത്രം. 1984 രാജസേനൻ സ്വതന്ത്ര സംവിധായകനാകുന്നത്. ആഗ്രഹം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. ദേവനാണ് ഈ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത്. കടിഞ്ഞൂൽ കല്യാണം, അയലത്തെ അദ്ദേഹം എന്നീ ചിത്രങ്ങൾ അടുത്തടുത്ത വർഷങ്ങളിലാണ് റിലീസ് ചെയ്തത്, 91ലും 92ലും. ഈ സിനിമകൾ പൂർത്തിയായി ചിത്രം റിലീസായി സൂപ്പർ ഹിറ്റായ ശേഷം ഒരു ദിവസം തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ വച്ച് വളരെ യാദർച്ഛികമായി രാജസേനൻ ജയറാമിനെ കണ്ടുമുട്ടുന്നു. നിങ്ങളെന്താ എന്നോട് പറയാതെ തിരുവനന്തപുരത്ത് വന്നത് എന്ന ആദ്യത്തെ പരിഭവമായിരുന്നു രാജസേനന് ജയറാമിനോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ജയറാം പറഞ്ഞു, എനിക്ക് താങ്കളെ വിളിക്കാൻ പറ്റിയില്ല, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം താങ്കളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. ആറ്റുകാൽ അമ്മയെ തൊഴുത് തിരിച്ച് മുറിയിലെത്തിയ ശേഷം താങ്കളെ വിളിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന്. ഏതായാലും ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ വെച്ചാണല്ലോ നമ്മൾ കൂട്ടിമുട്ടിയത് എന്ന സന്തോഷത്തോടു കൂടി
രാജസേനും ജയറാമും തൊഴുത ശേഷം വഴിപിരിഞ്ഞു. തിരുവനന്തപുരത്ത് വന്നാൽ ജയറാം താമസിക്കുന്നത് അമൃത എന്ന ഹോട്ടലിലാണ്. തിരുവനന്തപുരത്ത് തൈക്കാടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് ഈ ഹോട്ടലിൻ്റെ പ്രവർത്തനം നിലച്ചു. മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകന്മാരും മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരും തിരുവനന്തപുരത്ത് വന്നാൽ സ്ഥിരം തങ്ങുന്നത് അമൃത ഹോട്ടലിലായിരുന്നു. ജഗതി ശ്രീകുമാറിനെ പോലെയുള്ള നടന്മാരുടെ സ്ഥിരം സങ്കേതമായിരുന്നു അമൃത ഹോട്ടൽ. രാജസേനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അമൃത ഹോട്ടലിലേക്ക് എത്തുമ്പോൾ ജയറാം രാജസേനനെ കാത്ത് മുറിയിലിരിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് ജയറാം വീണ്ടും ആവർത്തിച്ചു. എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എന്ന് രാജസേനൻ ഒരു വേള അത്ഭുതപ്പെട്ടു. താനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയാണെന്നും തൻ്റെ ഭാര്യ പാർവതിയുടെ പേരിലാണ് ആ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പോകുന്നതെന്നുമുള്ള സന്തോഷ വർത്തമാനമാണ് ജയറാം പറഞ്ഞത്. ഇത്രയും പെട്ടെന്നൊരു പ്രൊഡക്ഷൻ വേണോ എന്ന് രാജസേനൻ ചോദിച്ചു. അതൊന്നും സാരമില്ല, ഞാൻ ഏതായാലും തീരുമാനിച്ചു എന്ന് ജയറാം ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യത്തെ ചിത്രത്തിൻ്റെ, അതായത് പാർവതിയുടെ പേരിലുള്ള ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ രാജസേനായിരിക്കും സംവിധാനം ചെയ്യുക. ജയറാമായ ഞാൻ അഭിനയിക്കും. രാജസേനന് ഇതിൽ കൂടുതൽ സന്തോഷം എന്താണ് കിട്ടേണ്ടത്? അയലത്തെ അദ്ദേഹവും കടിഞ്ഞൂൽ കല്യാണവും കണ്ട് കഴിഞ്ഞ് ഇതുപോലൊരു നല്ല സിനിമ വീണ്ടും എടുക്കണമെന്ന താല്പര്യത്തോടു കൂടി രാജസേനൻ ജീവിക്കുമ്പോഴാണ് അതാ ജയറാമിൻ്റെ ആ ഓഫർ വരുന്നത്. രാജസേനൻ 2 കൈകളും നീട്ടി ആ ഓഫർ സ്വീകരിച്ചു. പ്രശസ്ത നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലൊരു 1 ലൈൻ ഉണ്ടെന്ന് ജയറാം പറഞ്ഞു. എങ്കിൽ ആ 1 ലൈൻ കേൾക്കട്ടെ എന്നായി രാജസേനൻ. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു കുടുംബത്തിൽ നിന്നും, അതും ആൺകുട്ടികൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു ഇളയ സന്തതി സേലത്ത് ജോലി കിട്ടിപ്പോവുകയാണ്. ഈ കുടുംബം കർഷക പാരമ്പര്യമുള്ള നാട്ടിലെ പ്രശസ്തരായ ഒരു കുടുംബമാണ്. ആരും കല്യാണം കഴിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിന്നിരുന്നു. ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുകയെന്ന ഉറപ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനാലാവണം ആരും വിവാഹം കഴിക്കാൻ തയ്യാറാകാതിരുന്നത്. ആ വീട്ടിൽ അമ്മയ്ക്കായിരുന്നു വോയിസ്. അമ്മ പറയുന്നതാണ് അവിടെ എല്ലാവരും അനുസരിച്ചിരുന്നത്. തീർത്തും ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ഈ പയ്യൻ സേലത്തെത്തിപ്പെടുകയാണ്. അയാൾക്കൊരു ട്രാവൽസിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. അയാൾ അവിടുത്തെ കുപ്രസിദ്ധനായ ഒരു ഗുണ്ടയുടെ മകളുമായി തീർത്തും അവിചാരിതമായി പ്രണയത്തിലാവുന്നു. പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന് പറയേണ്ടതില്ലല്ലോ. ഒടുവിൽ ഒരുവിധം തമിഴ്നാട്ടിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു. എങ്കിൽ നാട്ടിലെങ്ങനെയാണ് താൻ കല്യാണം കഴിച്ചു എന്ന പേരിൽ ഒരു പെൺകുട്ടിയെയും കൊണ്ടുവരിക? ഒടുവിൽ ആണും പെണ്ണും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയായി വരുന്നു. ഭർത്താവിന് സസന്തോഷം അത് സമ്മതിച്ചു. ജോലിക്കാരിയായി ഭാര്യ വരിക, വളരെ നല്ലൊരാശയം. ജയറാമിൻ്റെ ആ 1 ലൈൻ കേട്ട് രാജസേനൻ കൈയടിച്ചു. പിന്നെ വൈകിയില്ല. മദ്രാസിലാണെന്ന് തോന്നുന്നു അന്ന് ഗുഡ് നൈറ്റ് മോഹൻ ഉണ്ടായിരുന്നത്. അക്കാലത്ത് മൊബൈലൊന്നുമില്ല. ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വേണം മദ്രാസിലേക്ക് വിളിക്കേണ്ടത്. അമൃത ഹോട്ടലിൽ നിന്നും അവർ ട്രങ്ക് കോൾ ബുക്ക് ചെയ്തു. ഗുഡ് നൈറ്റ് മോഹൻ്റെ വീട്ടിലേക്കായിരുന്നു ട്രങ്ക് കോൾ ചെന്നത്. അരമണിക്കൂറിനുള്ളിൽ ഗുഡ് നൈറ്റ് മോഹന് ലൈനിൽ കിട്ടി. ജയറാമാണ് സംസാരിച്ചത്. തന്നോടൊപ്പം സംവിധായകൻ രാജസേനൻ ഉണ്ടെന്ന കാര്യം ജയറാം പറഞ്ഞു. എങ്കിൽ രാജസേനന് ഫോൺ കൊടുക്കൂ എന്നായി ഗുഡ് നൈറ്റ് മോഹൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 1 ലൈൻ എഴുതിയത് ഗുഡ് നൈറ്റ് മോഹൻ അല്ല. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടേതായിരുന്നു ആ 1 ലൈൻ. വെറും 4 പേപ്പറിലാണ് ഗിരീഷ് പുത്തഞ്ചേരി അതിമനോഹരമായ ഈ കഥ എഴുതി ഗുഡ് നൈറ്റ് മോഹനെ ഏൽപ്പിക്കുന്നത്. അന്ന് ഗിരീഷ് പുത്തഞ്ചേരിക്ക് 20,000 രൂപ ഗുഡ് നൈറ്റ് മോഹൻ പ്രതിഫലം നൽകിയിരുന്നു. ആശങ്കാകുലമായ മനസ്സോടെയാണ് രാജസേനൻ ഗുഡ് നൈറ്റ് മോഹൻ്റെ ഫോൺ സ്വീകരിച്ചത്. കാരണം ഗുഡ് നൈറ്റ് മോഹൻ മലയാളത്തിലെ വളരെ പ്രശസ്തനായ നിർമ്മാതാവായിരുന്നു. വൻകിട സംവിധായകരുടെ ചിത്രങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. തൻ്റെ ഒരു ചിത്രം, തന്നെപ്പോലെ സാധാരണക്കാരനായ ഒരു സംവിധായകൻ്റെ ചിത്രം അദ്ദേഹം നിർമ്മിക്കാൻ തയ്യാറാവുമോ എന്ന സംശയം തീർച്ചയായും രാജസേനുണ്ടായിരുന്നു. എങ്കിലും വളരെയധികം കോൺഫിഡൻസോടുകൂടി രാജസേനൻ ഗുഡ് നൈറ്റ് മോഹനുമായി സംസാരിച്ചു. രാജസേനൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം താൻ വേണമെങ്കിൽ നിർമ്മിച്ചു കൊള്ളാമെന്നും ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്നും ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആഹ്ലാദമാണ് രാജസേനുണ്ടായത്. പക്ഷേ ജയറാം ഈ ചിത്രം നിർമ്മിക്കാൻ തയ്യാറാണെന്ന് രാജസേനൻ അപ്പോൾ തന്നെ പറഞ്ഞു. എങ്കിൽ ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ താൻ ചെയ്യാമെന്ന് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. സ്ക്രിപ്റ്റ് പൂർത്തിയായാലുടനെ ഈ സ്ക്രിപ്റ്റ് തനിക്ക് കൈമാറണം. തനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു ഡയറക്ടർ ഈ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് മുഴുവൻ സൂപ്പർവൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ തനിക്ക് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഗുഡ് നൈറ്റ് മോഹൻ അസന്ദിഗ്ധമായി അറിയിച്ചു. രാജസേനന് വല്ലാത്ത മനപ്രയാസമുണ്ടായി.
തൻ്റെ മനസ്സിൽ താൻ കെട്ടിപ്പൊക്കിയ എല്ലാ മനക്കൊട്ടാരങ്ങളും തകരുകയാണല്ലോ എന്ന് രാജസേനൻ ശങ്കിച്ചു. മറ്റൊരു ഡയറക്ടറുടെ സൂപ്പർവിഷൻ തനിക്ക് എന്തിനാണ്? ഇത്രയും വർഷം, ഏതാണ്ട് 10 വർഷത്തോളമായി ഞാൻ സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യുന്നു. പിന്നെന്തിനാണ് മറ്റൊരു ഡയറക്ടറുടെ സൂപ്പർവിഷൻ? അങ്ങനെ ചോദിക്കാനുള്ള മനസ്സും ധൈര്യവും രാജസേനൻ അപ്പോൾ ഉണ്ടായില്ല. അദ്ദേഹം നോക്കാം എന്ന് പറഞ്ഞു ഗുഡ് നൈറ്റ് മോഹൻ്റെ ഫോൺ കട്ടാക്കിയ ഉടനെ തന്നെ സംവിധായകൻ രാജസേനോട് ജയറാം ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. അദ്ദേഹം നടന്ന കാര്യം പറഞ്ഞു. മറ്റൊരു സംവിധായകൻ്റെ സൂപ്പർവിഷനിൽ മാത്രം ഈ സ്ക്രിപ്റ്റ് തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കെന്തായാലും അത് വേണ്ട, അസംദിഗ്ധമായി ജയറാം പ്രഖ്യാപിച്ചു. രാജസേനെ പോലൊരു സംവിധായകന് മറ്റൊരാളുടെ സൂപ്പർവിഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ പേരാണ് ഗുഡ് നൈറ്റ് മോഹൻ അപ്പോൾ പറഞ്ഞത്. അത് ഇവിടെ പറയുന്നത് ഭംഗിയല്ല, അതിനാൽ അത് ഒഴിവാക്കുകയാണ്. അപ്പോൾ അയലത്തെ അദ്ദേഹം എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ നിർമ്മാതാവായ മോഹൻകുമാർ രാജസേനെ വിളിക്കുന്നു. രാജസേനന് ഇപ്പോൾ പടമുണ്ടോ എന്നായിരുന്നു ചോദ്യം. പടമുണ്ട്, ഇല്ല എന്നൊരു മറുപടിയാണ് രാജസേനൻ നൽകിയത്. എങ്കിൽ താനൊരു സജഷൻ പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത നിർമ്മാതാവും രാഷ്ട്രീയ നേതാവുമായ മാണി സി കാപ്പന് ഒരു ചിത്രം നിർമ്മിക്കാൻ താല്പര്യമുണ്ട്. ഒരെണ്ണം ഒരു പൊളിറ്റിക്കൽ സിനിമയും മറ്റൊരെണ്ണം ഫാമിലി എൻ്റർടൈനറുമാണ്. ഏതായാലും രാജസേനൻ കാപ്പനെ കാണാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. മോഹൻകുമാറിൻ്റെ നിർദ്ദേശാനുസരണം രാജസേനൻ കാപ്പനെ കണ്ടു. കാപ്പൻ ആദ്യം ആവശ്യം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഏതായാലും തനിക്കൊരു പൊളിറ്റിക്കൽ ചിത്രം എടുക്കാൻ താല്പര്യമില്ലെന്നുള്ള കാര്യം രാജസേനൻ പറഞ്ഞു. രാജസേനൻ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ടെന്നായിരുന്നു കാപ്പൻ്റെ ആത്മവിശ്വാസം. രാജസേനൻ്റെ ചിത്രം അവിടെ തന്നെ ഉണ്ട്, അതൊരു ഫാമിലി ചിത്രം തന്നെ എടുക്കാം. ഒരു 50 ലക്ഷം രൂപയ്ക്കകത്ത് മുതൽ മുടക്കുള്ളൊരു ചിത്രം വേണം താങ്കൾ ചെയ്യേണ്ടത്. ഏതായാലും 1 ലൈൻ ആലോചിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കയ്യിലൊരു 1 ലൈൻ ഉണ്ടെന്ന് രാജസേനൻ കാപ്പനോട് പറയുകയാണ്. പറഞ്ഞത് ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലിരിക്കുന്ന 1 ലൈൻ. കാപ്പൻ ആ 1 ലൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. വീട്ടുജോലിക്കാരിയായി സ്വന്തം ഭാര്യ ഒരു വീട്ടിലേക്ക് വരിക. രസകരമായ കഥയാണെന്ന് കാപ്പൻ പറഞ്ഞു. പിന്നെ വൈകിയില്ല. ചിത്രത്തിൻ്റെ പുറകിലുള്ള കഥകളൊന്നും രാജസേനൻ അപ്പോൾ പറയാൻ നിന്നില്ല. കാരണം ഗുഡ് നൈറ്റ് മോഹനും കാപ്പനും തമ്മിൽ അടുപ്പമുണ്ട്. തിരികെ വീട്ടിലെത്തിയ രാജസേനൻ ഉടനെ തന്നെ ജയറാമിനെ വിളിച്ച് വിവരം പറഞ്ഞു. ജയറാമിന് വളരെയധികം സന്തോഷം. ജയറാമിന് ചിത്രം നിർമ്മിക്കേണ്ടതുമില്ല, കാപ്പൻ ചിത്രം നിർമ്മിച്ചോളും. ജയറാം തന്നെയാണ് ഗുഡ് നൈറ്റ് മോഹനുമായി സംസാരിച്ചത്. ഗുഡ് നൈറ്റ് മോഹൻ 100% ഉറപ്പ് കൊടുത്തു. ഈ ചിത്രത്തിൻ്റെ 1 ലൈൻ നിങ്ങൾക്ക് വിൽക്കാം. 20,000 രൂപ എൻ്റെ ഓഫീസിൽ കൊടുത്ത് നിങ്ങൾ ആ 1 ലൈൻ മേടിച്ചോളൂ. 4 പേജുള്ള 1 ലൈൻ അങ്ങനെ രാജസേനൻ 15 പേജുള്ള 1 ലൈനാക്കി മാറ്റി. എന്നിട്ട് വീണ്ടും അവർ ജയറാം, രാജസേനനും കാപ്പനും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രശ്നം, ആരാണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതുക? രഘുനാഥ് പലേരി എന്നൊരു ഒറ്റ വാക്ക് മാത്രമേ, ഒരേ ഒരു സജഷൻ മാത്രമേ രാജസേനന് പറയാനുണ്ടായിരുന്നുള്ളൂ. രഘുനാഥ് പലേരി മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്തും വളരെ പ്രശസ്തനായ തിരക്കഥാകൃത്തുമാണ്. കാപ്പൻ സമ്മതിച്ചു. രഘുനാഥ് പലേരിയുടെ തിരക്കഥയുണ്ടെങ്കിൽ ചിത്രം പൂർണ്ണ വിജയമാവുമെന്ന കാര്യത്തിൽ കാപ്പന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രഘുനാഥ് പലേരിയെ വിളിച്ചു. രഘുനാഥ് പലേരി കൊല്ലത്ത് ഒരു ചിത്രത്തിൻ്റെ തിരക്കഥയുമായി ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ഈ 1 ലൈൻ പറഞ്ഞു. പൂർണ്ണ സന്തോഷം. അങ്ങനെ അടുത്തയാഴ്ച മദ്രാസിലെ രഘുനാഥ് പലേരിയുടെ വീട്ടിലിരിക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. അതനുസരിച്ച് മദ്രാസിലെ വീട്ടിലേക്ക് രാജസേനൻ രഘുനാഥ് പലേരിയെ അന്വേഷിച്ച് പോവുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു താരനിരയെയാണ് ഈ ചിത്രത്തിലേക്ക് വേണ്ടി രാജസേനൻ കണ്ടെത്തിയത്. അതുവരെ വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന നരേന്ദ്രപ്രസാദ് സാറിനെ ഈ ചിത്രത്തിൽ പിതാവായി അവതരിപ്പിക്കുവാൻ സേനൻ തീരുമാനിച്ചു. അമ്മയായി മാതാവിൻ്റെ സ്ഥാനത്ത് മീനയെയും അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചു. പിതാവായി തൻ്റെ വേഷം തനിക്ക് ഇണങ്ങുമോ എന്ന കാര്യത്തിൽ നരേന്ദ്രപ്രസാദ് സാറിന് അവസാനം വരെ സംശയമുണ്ടായിരുന്നു. അത് റിലീസോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ സംശയം മാറിക്കിട്ടിയത്. അമ്മാവനായി തീരുമാനിച്ചത് ഇന്നസെൻറ്റിനെയാണ്. പക്ഷേ ഒരു ദിവസം തികച്ചും യാദൃച്ഛികമായി ഇന്നസെൻ്റ് സേനനെ വിളിക്കുന്നു. തനിക്ക് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന ചിത്രത്തിലൊരു നായക വേഷം കിട്ടിയിട്ടുണ്ടെന്നും സേനൻ വിചാരിച്ചാൽ തനിക്ക് ആ ചിത്രത്തിൽ അഭിനയിക്കാമെന്നും ഇന്നസെൻ്റ് പറയുന്നു. സേനൻ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അത് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനാർദ്ദനൻ എന്ന നടൻ തന്നോട് പണ്ട് പറഞ്ഞ ഒരു വാചകം സേനൻ ഓർമ്മിച്ചത്. തനിക്കൊരു വേഷം തരുന്നില്ലല്ലോ എന്നായിരുന്നു ജനാർദ്ദനൻ്റെ പരിഭവം. ഈ റോളിലേക്ക് ജനാർദ്ദനനെ അഭിനയിപ്പിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ജനാർദ്ദനൻ ശരിയാവുമോ എന്ന കാര്യത്തിൽ മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്ക് സംശയമായി. രഘുനാഥ് പലേരി മാത്രമാണ് ഉറപ്പ് കൊടുത്തത് ജനാർദ്ദനൻ ആ വേഷം നന്നായി ഇണങ്ങുമെന്ന്. അങ്ങനെ ജനാർദ്ദനെയും തീരുമാനിക്കുന്നു. പിന്നെ പറയേണ്ടതില്ലല്ലോ, ശോഭനയാണ് ചിത്രത്തിലെ നായിക. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള മറ്റ് താരനിരയും തീരുമാനിച്ചു. ജയറാമാണല്ലോ ഈ ചിത്രത്തിൻ്റെ പിതാവ്.
പക്ഷേ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് വായിച്ചു നോക്കിയപ്പോൾ ജയറാമിന് വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടായി. അദ്ദേഹം അത് രാജസേനോട് പറയാൻ നിന്നില്ല. എങ്കിലും ജയറാമിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞു. രാജസേൻ അത് വായിച്ചെടുത്തു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ആദ്യമൊന്നും ജയറാം ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. സേനൻ്റെ നിർബന്ധം കാരണം. തനിക്ക് ക്ലൈമാക്സിൽ ഒരു കാഴ്ചക്കാരൻ്റെ റോൾ മാത്രമാണല്ലോ ഉള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഭവം. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനത് പെർഫെക്റ്റ് ആക്കിക്കോളാം എന്ന് സേനൻ ഉറപ്പ് കൊടുത്തതോടെ ജയറാം പഴയ മൂഡിലേക്ക് തിരിച്ചെത്തി. ആരും അറിയാതെ രാജസേനൻ രഘുനാഥ് പലേരിയെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം ചെന്നൈയിൽ മറ്റൊരു ചിത്രത്തിൻ്റെ തിരക്കഥാ രചനയുടെ മുഴുകിയിരിക്കുന്ന സമയമായിരുന്നു അത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് മാറ്റി എഴുതണമെന്ന് സേനൻ ആവശ്യപ്പെട്ടു. താൻ തയ്യാറല്ലെന്ന് രഘുനാഥ് പലേരി പറഞ്ഞു. ഇപ്പോഴുള്ള ക്ലൈമാക്സ് വളരെ നല്ലതാണ്, വളരെ നല്ല ക്ലൈമാക്സ് ആണ്. പക്ഷേ ജയറാമിന് എടുത്തു പറയത്തക്ക സംഗതിയൊന്നും ആ ക്ലൈമാക്സിൽ ചെയ്യാനില്ല എന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. ജയറാം ഇക്കാര്യം പറഞ്ഞോ എന്ന് രഘുനാഥ് പലേരി ചോദിച്ചു. ജയറാമിന് അതിൽ വലിയ വിഷമമുണ്ടെന്ന് സേനൻ രഘുനാഥ് പലേരിയോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും രഘുനാഥ് പലേരി ഒരു കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ല. ഏതായാലും സേനൻ തന്നെ ആ ക്ലൈമാക്സ് മാറ്റി എഴുതൂ, ഞാൻ താങ്കളെ സഹായിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ കാണുന്ന ഇന്നത്തെ ക്ലൈമാക്സ് അത് രഘുനാഥ് പലേരി എഴുതിയതല്ല, അത് രാജസേനൻ എഴുതിയതാണ്. പിൽക്കാലത്ത് രാജസേനൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രഘുനാഥ് പലേരിയുടെ ഗൈഡൻസ് അതിന് പിന്നിലുണ്ടായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ കഥയല്ലേ, തനിക്ക് നല്ല പരിചയമല്ലേ എന്നാണ് രഘുനാഥ് പലേരി രാജസേനോട് പറഞ്ഞത്. രാജസേനൻ വളരെ കോൺഫിഡൻസോടു കൂടി ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് പല ആവർത്തി മാറ്റി എഴുതി. ഒടുവിലാണ് അത് ശരിയായത്. ജയറാമിനെ കാണിച്ചു. ജയറാമിനും സന്തോഷമായി. ഇതിനിടയിൽ ചിത്രത്തിൻ്റെ പേര് വന്നതിന് രസകരമായൊരു കഥയുണ്ട്. മാണിസി കാപ്പന് ചിത്രത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഒരു പേരും കിട്ടിയില്ല. രഘുനാഥ് പലേരിക്കും കിട്ടിയില്ല. രാജസേനൻ പറഞ്ഞു, ആണുങ്ങൾ മാത്രമുള്ള വീടിൻ്റെ കഥയാണല്ലോ ഇത്, ആൺ വീട് എന്നാക്കിയാലോ എന്ന്. പെട്ടെന്നാണ് രഘുനാഥ് പലേരിക്കൊരു ക്ലിക്ക്. ഈ വീട്ടുപേര് മേലെ പറമ്പിൽ എന്നല്ലേ, എങ്കിൽ നമുക്ക് മേലെ പറമ്പിൽ ആൺ വീട് എന്ന് ഈ ചിത്രത്തിന് തലക്കെട്ട് കൊടുക്കാം. വളരെ സന്തോഷമായി, കാപ്പനും ഇഷ്ടമായി. അങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ പേര് മേലെ പറമ്പിൽ ആൺ വീട് എന്ന് വന്നത്. സംവിധായകനും തിരക്കഥാകൃത്തും കൂടി ചേർന്ന് പേരിട്ട ഒരു സിനിമയാണ് എന്ന പ്രത്യേകതയും മേലെ പറമ്പിൽ ആൺ വീടിന് ഉണ്ട്. ചിത്രത്തിൻ്റെ പ്രിവ്യൂ മദ്രാസിലായിരുന്നു. ഗുഡ് നൈറ്റ് മോഹനെയും പ്രിയനെയും ചിത്രത്തിൻ്റെ പ്രിവ്യൂ കാണാൻ രാജസേനൻ പ്രത്യേകം ക്ഷണിച്ചു. ഇരുവരും വന്നു. 2.25 മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. പ്രിയനും ഗുഡ് നൈറ്റ് മോഹനും ചിത്രം കണ്ടു കഴിഞ്ഞ് സേനോട് പറഞ്ഞു, ഈ ചിത്രം സൂപ്പർ ഹിറ്റ് ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു 15 മിനിറ്റ് കുറയ്ക്കാമെങ്കിൽ. എങ്ങനെ 15 മിനിറ്റ് കുറയ്ക്കും? യുക്തിഭദ്രമായ ഒരു തിരക്കഥയാണ്. ഒടുവിൽ ഒരു കുടുംബം നാട്ടിലേക്ക് ടൂർ വരുന്ന ആ രംഗം പൂർണ്ണമായും അങ്ങ് ഒഴിവാക്കി. മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 15 മിനിറ്റ് കുറഞ്ഞു. അതിലഭിനയിച്ച നടീനടന്മാർക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിലും അവരെ എല്ലാം പറഞ്ഞ് സാന്ത്വനിപ്പിച്ച ശേഷമാണ് ആ 15 മിനിറ്റ് രാജസേനൻ വെട്ടിമാറ്റാൻ എഡിറ്റർ ജി മുരളിയോട് ആവശ്യപ്പെടുന്നത്. എഡിറ്റർക്കും അതിൽ വൈമുഖ്യമുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ആ 15 മിനിറ്റ് പോയി കഴിഞ്ഞും ചിത്രത്തിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നതാണ് രസകരമായ കാര്യം. ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീത സംവിധാനം. ഈ ചിത്രത്തിന് വളരെ രസകരമായ ഒരു ഇമ്പാക്റ്റാണ് പിൽക്കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായത്. മേലെ പറമ്പിൽ ആൺവീട് പോലൊരു സിനിമ അതിനു മുമ്പോ അതിന് ശേഷമോ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് രസകരമായ കാര്യം. നിർഭാഗ്യവശാൽ പിന്നീട് സേനനും ജയറാമും 2 വഴിക്ക് പോയെങ്കിലും അത് മലയാള സിനിമയിൽ ഇന്നും ഒരു വിഷമമായി തന്നെ എല്ലാ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലും ഉണ്ട്. ജയറാമും സേനനും ഒരിക്കൽ കൂടി ഒരുമിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മലയാളികൾ ഇഷ്ടം പോലെയാണ് ഇവിടെ ഉള്ളത്. തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ മേലെ പറമ്പിൽ ആൺവീടിൻ്റെ കഥ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം, നന്ദി. അടുത്തിടക്കം കാണുന്നതുവരെ നമസ്കാരം.